നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകപ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അനന്തപുരിക്ക് എന്നും അഭിമാനമായി തല ഉയർത്തി നിൽക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അഴിമതികൾ എവിടെ കണ്ടാലും, അത് ആര് തന്നെ ചെയ്താലും, അത് ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കാനും തിരുത്തുന്നതിനും ഏതറ്റം വരെ പോകാനും ആനയോളം ചങ്കുറപ്പുള്ളവനും സിംഹത്തോടൊപ്പം ഗാംഭീര്യമുള്ള ഒരു പുരുഷ കേസരിയാണ് ക്ഷേത്രത്തിലെ സീനിയർ ഉദ്യോഗസ്ഥനും കർമ്മചാരി സംഘ് പ്രസിഡന്റ് കൂടിയായ ബബ്ലു ശങ്കർ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി ക്രമക്കേടുകളെ തിരുത്തിക്കാൻ ബബ്ലു കാണിക്കുന്ന പല നടപടികൾക്കും മുന്നിൽ എതിർകക്ഷികൾ കൊലകൊമ്പന്മാരാണെങ്കിലും അവസാനം മുട്ടുമടക്കേണ്ട അവസ്ഥ വരും ബബ്ലു കൈക്കൊള്ളുന്ന നിയമസംഹിതയ്ക്ക് മുന്നിൽ. തനിക്കെതിരെ അധികൃതർ നടത്തുന്ന ഏതൊരു നടപടിയെയും തികഞ്ഞ വെല്ലുവിളി നടത്തി നിയമ പോരാട്ടത്തിലൂടെ അത് നേടിയെടുക്കാൻ ബബ്ലു എന്നയാൾ അഴിമതിക്കാർക്ക് എന്നും ഒരു പേടി സ്വപ്നമായി മാറി തീർന്നിരിക്കുകയാണ്. തനിക്കെതിരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണ ചുമതല വഹിക്കുന്ന ജില്ലാ ജഡ്ജിക്കെതിരെ ബബ്ലു ശങ്കർ കോടതിയലക്ഷ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. വർഷങ്ങളായുള്ള സർവീസ് കാലഘട്ടത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ സാഹചര്യങ്ങളുടെ ആകെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ കേസിന് ആസ്പദമായ സാഹചര്യം. ക്ഷേത്രത്തിൽ പലപ്പോഴായി നടന്നു വന്ന പല ദുരൂഹ സാഹചര്യങ്ങളും താൻ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴി പലതവണ തെളിവുകൾ സഹിതം ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിലുള്ളവർ ഉൾപ്പെടെ കാണിക്കുന്ന നേരില്ലാത്ത പ്രവൃത്തികൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഒരു വേള സർവീസ് കാലഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുമായി അവധിയിൽ പോയതിനെ തുടർന്ന് ഭരണസമിതിയിലെ ഉന്നതരായ പല വ്യക്തികളും തന്റെ തിരിച്ചുവരവിനെ തടയിടാൻ നിതാന്ത പരിശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു എന്നു മാത്രമല്ല, തന്റെ ആരോഗ്യരേഖകൾക്ക് അവർ വില കൽപ്പിക്കാതെ കോടതിയിൽ നിന്നും നേടിയെടുത്ത ഉത്തരവിൽ മുഖാന്തരം മെഡിക്കൽ കൗൺസിൽ രൂപീകരിച്ചു. അതിൽ മുഖാന്തരമുള്ള കൂടിക്കാഴ്ചകളിൽ താൻ പൂർണ്ണമായി സമ്മതിച്ചിട്ടു കൂടി തനിക്കെതിരെ തികച്ചും മനുഷ്യത്വ നിഷേധാത്മകമായ സ്വഭാവ രീതികൾ അനുഭവിക്കേണ്ടി വന്നു. പലതും അവർ നേരത്തെ തീരുമാനിച്ച തീരുമാനങ്ങളിൽ എത്തിച്ചേരാൻ എന്ന പോലെയുള്ള പ്രവൃത്തികളിൽ അവർ ജാഗരൂകരായിരുന്നു. തന്റെ ഇതുവരെയുള്ള മെഡിക്കൽ റെക്കോർഡുകൾ അവർ നിരന്തരം അവഗണിച്ചുകൊണ്ട് നിരുത്തരവാദിത്തപരമായ സമീപനമായിരുന്നു അവരുടേത്. അത്തരം അധികാരവും ഉത്തരവാദിത്വവും വിധിന്യായത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവും ഉണ്ടായിരുന്നിട്ടും നിശ്ചിത സമയത്തിനുള്ളിൽ ഈ കോടതി പുറപ്പെടുവിച്ച നിർബന്ധിത നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ഇവർ ബോധപൂർവം പരാജയപ്പെടുകയും ഒഴിവാക്കുകയും ചെയ്തു. അനുബന്ധം A2 വിധിന്യായത്തിൽ പ്രത്യേകമായി സൂചിപ്പിച്ച രീതിയിൽ അന്വേഷണം നടത്തുന്നതിനു പകരം വിധിന്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന എക്സിറ്റ് P8 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെ പരിശോധിച്ചോ ബന്ധപ്പെട്ട ആശുപത്രി അധികാരിയിൽ നിന്ന് ഇൻപുട്ടുകൾ സ്വീകരിച്ചോ തന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ മനഃപൂർവ്വം ഒഴിവാക്കി. ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ള കോടതിയുടെ പരിധിയിൽ വരുന്ന ഇത്തരം പ്രസ്തുത സാഹചര്യങ്ങളെ അലക്ഷ്യതയോടെയും തീർത്തും അവജ്ഞയോടെയുമുള്ള ഈ സമീപനത്തിനെതിരെയുള്ള തന്റെ പോരാട്ടം തന്നെയാണ് ഇത് എന്ന് ബബ്ലു ശങ്കർ അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.